ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് വന്നേക്കുന്നത്. ദേ ഇവിടെ ഒരാൾ രാവിലെ തന്നെ പ്രസന്റ് ആയിട്ടുണ്ട്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഞങ്ങളെ ബെഡിൽ നിന്ന് എണീപ്പിച്ചത് ഇവളാണ്. വന്നപ്പോൾ തന്നെ നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ ഇപ്പം എണീറ്റുള്ളൂ. ചായ ഒക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. വേറെന്താ പറഞ്ഞോളൂ. അപ്പോൾ ഇന്ന് വേറൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. 2-3 വീഡിയോസ് എടുക്കണമെന്നുണ്ട്. അപ്പോൾ 2-3 വീഡിയോസ് എടുക്കണം. പിന്നെന്താണ്, വേറൊന്നുമില്ല. പിന്നെ ഫ്രണ്ട്സ് വരുമായിരിക്കും, അപ്പോൾ അവരെ വെയിറ്റിംഗ് ആണ്. റീൽസ് എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന്, വേറൊന്നുമില്ല. അപ്പോൾ ചായ കുടിക്കുകയാണ്, അത് കഴിഞ്ഞ് ഒന്ന് ഫുഡ് കഴിക്കണം. അതൊക്കെ അപ്പോൾ കാണിച്ചു തരാം. എന്താ പറഞ്ഞേ? ഓക്കെ ബൈ. ചിന്നു നടക്കണമെന്ന് കാണിച്ചേടി. പൊട്ടം കടിച്ച കൊച്ചിനെ. എന്താ നീ ഏതാ കാണിക്കണേ? അപ്പോൾ ഗൈസ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും ചെറുപയറാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് കുളിച്ചിട്ടൊക്കെ വരാം. ഇത് നല്ല പാക്കാട്ടോ ഗൈസ്, നല്ല സൂപ്പർ പാക്കാട്ടോ. നല്ല പാക്കാട്ടോ ഗൈസ്, എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വൃത്തിരിക്കും. ഈ വീട്ടിലെ ഏറ്റവും അലമ്പത്തിയായ ഒരു പെണ്ണാണ്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചെറിയൊരു സ്കിൻ കെയർ കാണിക്കാന്ന് ഓർത്ത് ഞാൻ മോർണിംഗ് ഇപ്പൊ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിച്ചു തരാൻ പോണത്. ആദ്യം തന്നെ നമ്മള് കുളി കഴിഞ്ഞാൽ ഒന്ന് CTM റൂട്ടീനില്ലേ, അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത്. ക്ലെൻസർ ആയിട്ട് ഞാനൊരു ഫേസ് വാഷ് യൂസ് ചെയ്തു. ഇനി ടോണിങ് ആണ്, പ്ലമ്മിന്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോസ് കണ്ടാൽ അറിയാം, ഞാൻ പ്ലമ്മിന്റെ ടോണറാണ് ഇപ്പൊ മിക്കപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പൊ ഞാൻ ഓൾറെഡി ടോണർ ഇട്ടിട്ടുണ്ട് മുഖത്ത്. ഇനി നമുക്ക് അടുത്തത് ഞാനൊരു സിറമാണ് ഇടാൻ പോണത്. സിറം അറിയാലോ, ലോറിയലിന്റെ സിറം. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇത് ഹൈലറോണിക് ആസിഡാണ് ലോറിയലിന്റെ. ഇത് ഞാൻ 3 മാസം കണ്ടായി വാങ്ങിച്ചിട്ട് കണ്ടോ, ഇത്രയായി, തീരാറായി. നല്ലതാട്ടോ, നല്ല സൂപ്പർ. നമ്മുടെ മുഖം ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല അങ്ങനെ സൂപ്പർ സാധനമാണ്. ഞാൻ വെറുതെ പറയാനല്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിത് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു സാധനമാണ്. ഹൈലറോണിക് ആസിഡ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോറിയലിന്റെയാണ് ഞാൻ യൂസ് ചെയ്യണത്. നല്ല സാധനമാണ് ഗൈസ്. അപ്പം ഇത് അധികം ഒന്നും യൂസ് ചെയ്യണ്ട. ഇത് കുറച്ച് എടുത്തിട്ട് ഒരു രണ്ട് ഡ്രോപ്സ് ഒക്കെ ഇട്ടാൽ മതി. ഇവിടെ 2 ഡ്രോപ്സ് ഇടാം. എന്നിട്ട് ഇങ്ങനെ പാഡ് ഡ്രൈ, നമ്മളെപ്പോഴും സിറം യൂസ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഇട്ട് മസാജ് ചെയ്യരുത്. ഇങ്ങനെ പാഡ് ഡ്രൈ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. പിന്നെ ടാബ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കഴുത്തിലും കൂടി ഡാബ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ സിറം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം ഒന്ന് പാഡ് ഡ്രൈ ചെയ്ത് കൊടുക്കാം. നല്ലോണം ഡാബ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, നമ്മുടെ ഒന്ന് അബ്സോർബ് ആവണ വരെ. ഇനി അടുത്തത് ഞാനൊരു ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡെർമാക്കോന്റെ 2% കോച്ചിക് ആസിഡ് ഫേസ് ക്രീമാണ്. ഇത് നല്ലതാട്ടോ. ഇത് പക്ഷെ ഞാൻ ഒരാഴ്ച ആയിട്ടില്ല വാങ്ങിച്ചിട്ട്. പക്ഷെ ഉണ്ടല്ലോ, ഇത് എനിക്ക് അത്യാവശ്യം പിഗ്മെന്റേഷൻ ഉണ്ട്. നമ്മുടെ ഈ ചുണ്ടിന്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് പിഗ്മെന്റേഷൻ ഉണ്ട്. ഇതൊന്ന് മാറ്റാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് പിഗ്മെന്റേഷൻ ഉള്ള ക്രീമാണിത്. ഇത് നല്ലതാണ്. ഞാൻ ആദ്യത്തെ ടൈമിൽ കിട്ടില്ല, രണ്ടാമത്തെ യൂസ് തുടങ്ങി നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ്. നല്ല സാധനമാണ്. ഇത് അധികം യൂസ് ചെയ്യാൻ വേണ്ടി ഇതിന് 499 ഇതിന്റെ റേറ്റ്. നമുക്കിപ്പോൾ പിഗ്മെന്റേഷൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് നല്ലോണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം മാറ്റം കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താ വെച്ചാൽ ഞാൻ ഒരാഴ്ചയായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് അത്യാവശ്യം ഒന്ന് ലൈറ്റ് ആവണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിഗ്മെന്റേഷനൊക്കെ. നല്ലതാണ്. ഇനി എന്തൊക്കെ മാറ്റം വരും എന്നുള്ളത് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞേക്കാം. ഇപ്പം ഇത്രയും ദിവസം യൂസ് ചെയ്തതിൽ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ ആർക്കെങ്കിലും സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ, മെലാസ്മയുടെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇനി ഇടുന്നത്. പാക്കേജിലാട്ടോ വരുന്നത്. അതേപോലെ പമ്പിംഗ് ആണ് ഇതില്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ്. കുറച്ച് എമൗണ്ട് എടുത്താൽ മതി. കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്ത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കി ഫേസ് മൊത്തം അപ്ലൈ ചെയ്യാവുന്നതാണ്. എനിക്ക് ഇവിടെയാണ് കൂടുതൽ പിഗ്മെന്റേഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ നല്ലോണം ഇട്ട് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ ക്രീം യൂസ് ചെയ്യില്ല, അതേപോലെ മസാജ് ചെയ്ത് കൊടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യലാണ്. ഞാൻ ഈ ലോട്ടസിൻ്റെയാണ്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഏത് സൺസ്ക്രീനും അപ്ലൈ ചെയ്യാം. നമ്മൾ ഡേ ടൈമിൽ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. പുറത്ത് പോകണമെങ്കിലും വീട്ടിലിരിക്കണമെങ്കിലും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ സൺസ്ക്രീൻ കൂടി അപ്ലൈ ചെയ്യാം. ഇതാണ് എൻ്റെ ആദ്യ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്ന ചിക്കനാണ് ഗൈസ് ഇരിക്കുന്നത്. അത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിക്കേ. ഈ ഇരിക്കുന്ന സാധനത്തിന് വേണ്ടിയാണ് അച്ഛൻ ഇത്രയും ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നതാണ്. അതിൻ്റെ ഒരു നന്ദി ഉണ്ടോ കിച്ചു? നന്ദി. ഇവിടെ അമ്മ ഇരിക്കുന്നു.
അമ്മ എന്തോന്നാ അമ്മ ഉണ്ടാക്കുന്നേ? എന്ത് ചിക്കൻ ബിരിയാണി. അമ്മയുടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് ഗൈസ്. ഇതെന്തെന്നാ കറി ചിക്കൻ ഉണ്ടാക്കാനുള്ള സവാള വാട്ടുകയാണ് ഗൈസ്. അച്ഛൻ കണ്ടോ അച്ഛൻ. ഹായ് ഗൈസ്, ഞങ്ങൾ പിന്നെ വന്നേക്കാണ്. ഞങ്ങൾ റീൽസ് എടുക്കാന്ന് ഓർത്തിരിക്കണായിരുന്നു. അതാണ് ദേ ഈ ഒരു കോലത്തിലൊക്കെ വന്നേക്കുന്നത്. കല്യാണത്തിനൊന്നും പോകണമല്ല കേട്ടോ ഗൈസ്, ഞങ്ങൾ റീൽസ് എടുക്കാൻ പോണേയാണ്. അപ്പോൾ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ എടുക്കുന്നുണ്ട്. ഇവരുടെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. മതി ഇനി നമുക്ക് മഴ പെയ്തു ഗൈസ്. ഞങ്ങൾ റീൽസ് എടുത്തോണ്ടിരിക്കണേന്ന് അപ്പൊ തന്നെ മഴ പെയ്തു. അമ്മ കൊതു കടിക്കണേ ഇവിടെ നിറച്ച്. മഴയത്തിരിക്കുന്ന കുട്ടികൾ എന്താ ആലോചിക്കുന്നേ? അപ്പൊ ഗൈസ് വേറെ ഒരാളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് ചാലഞ്ച് എടുക്കാൻ പോണേ കേട്ടോ. ഞങ്ങൾക്ക് കോങ്കണ്ണുണ്ടോ? എന്തിനാട്ടെ കോങ്കണ്ണൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഈ ക്യാമറയുടെ ഇതിൽ നോക്കുന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ റോസ് വന്നിട്ടുണ്ട്, എന്റെ പൊന്നോമിനി. അപ്പൊ ഞങ്ങള് ഫുഡ് ചാലഞ്ച് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ എല്ലാവരും കൂടി, ഞാനും സോനയും കീർത്തിയും റോസും കൂടി ഫുഡ് ചാലഞ്ച് ചെയ്യാൻ പോണേണ്. അപ്പൊ ഫുഡ് ചാലഞ്ചിനുള്ള സാധനങ്ങൾ റെഡിയാക്കട്ടെ കേട്ടോ. ബൈ ബൈ. വലഞ്ഞു ഇവിടെ ഇരിക്കണു. രാവിലെ മാത്രം കഴിച്ചിട്ടുള്ളൂ, പിന്നെ ഒന്നും കഴിച്ചില്ല. വയറൊക്കെ കാലിയാണ്. വൈകുന്നേരം വരെ രാവിലത്തെ ഭക്ഷണം മാത്രമേ ഉള്ളൂ ഇന്ന് ഞങ്ങളുടെ വയറ്റിൽ. വീട്ടിൽ നിന്ന് കഴിച്ചോണ്ടാ ഇവർ അതൊക്കെ കഴിഞ്ഞ് കഴിച്ചേക്കുന്നത്. അതിനും വേണം ഒരു ഡെഡിക്കേഷൻ. ഞങ്ങൾ ആ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഡെഡിക്കേഷൻ കാരണം ഞങ്ങളൊന്നും കഴിക്കാൻ. ഇതാണ് ഗൈസ് ഇന്നത്തെ ഞങ്ങളെന്താ അറ്റാക്ക് ചെയ്യാൻ പോണത്. ബിരിയാണി ഉണ്ട്, ചിക്കൻ ഉണ്ട്, വേറെ ഒന്നുമില്ല. ഇതാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോണത്. ഹായ് റോസ്. ഹായ് സോനി. ഗൈസ് ആർക്കെങ്കിലും സോന പണി ചെയ്യണ കാണണമെങ്കിൽ ഇപ്പൊ കണ്ടോളൂ കേട്ടോ. ഇപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഞങ്ങളൊരു ഭാവി കാണുന്നുണ്ട്. ക്ലോസറ്റ് അല്ല, ക്ലോസപ്പ് എന്ന് പറഞ്ഞാ. ഇനി എനിക്ക് ഭാവി ഇതേനാ അടുത്ത പ്ലേറ്റ്. വർത്തമാനമില്ല. സൈഡിൽ അത്ര ഭാവിയില്ലേ? അതെ അതെ അതെ. ഞാനാണ് ക്യാമറമാൻ, ഞാനാണ് ഈ ചലഞ്ച് എടുക്കണത്. റോസ്നോ അപ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഇത് പെട്ടെന്ന് തിന്ന് തീർക്കുക എന്നാണ് ചലഞ്ച്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. ടൈമർ കാണാൻ പറ്റുമോ ഗൈസ്? ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. 5 മിനിറ്റ്സ് ആണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ഗൈസ്. ഓക്കെ, 3, 2, 1 ഗോ. കഴിക്കൂ. 5 മിനിറ്റ് സമയമാണ്. കൗണ്ടർ അടിക്കുന്നത്. റോസ് വേഗം കഴിക്കാം. Come on, you can. സാധിക്കും. വെള്ളം തരില്ല. വേഗം 5 മിനിറ്റ്സ്. 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. വേഗം. നിങ്ങളത് കാണുന്നുണ്ടോ? ഇതാ റോസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.
ചിന്നൊരു ചിരിച്ചു കഴിഞ്ഞാൽ ചിരിച്ച് കെട്ടി ചെത്തു പോകും. 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇല്ല വെള്ളം പാടില്ല. എന്ത് പറ്റി? എന്തെങ്കിലും നമുക്ക് സംസാരിക്കാം. കഴിക്കുമ്പോൾ സംസാരിക്കണം, നല്ലതാണ്. ഓ കമോൺ. മൂന്ന് മിനിറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ലാസ്റ്റ് 1 മിനിറ്റ്. 46, 45, 44, 43, 40 വിജയകരമായി ജയിച്ചിരിക്കുന്നു നമ്മുടെ റോസ് ആൻഡ് കീർത്തി. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു റോസ്മേരി ജോസഫ്. അതിൽ 1 മിനിറ്റ് പോലും വൈകാണ്ട് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നമ്മുടെ കീർത്തി കളീസ് ജയിച്ചിരിക്കുന്നു ഗൈസ്. ദുരന്തം ഓഫ് ഇന്ത്യ. അയ്യോ എങ്ങനെ അങ്ങനെ ഈ ചലഞ്ച് ഞങ്ങൾ ജയിച്ചിരിക്കുന്നത്. കൈ പൊക്കൂ. അതെ കൈ കൊടുത്ത് പൊക്കൂ. ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കൂ. അപ്പൊ ഗൈസ് ഞങ്ങളുടെ ഫുഡ് ചലഞ്ചില് വിജയി ആയിരിക്കുന്നത് ഇവളാണ്, നമ്മുടെ. അപ്പൊ ഇവൾക്കുള്ള സമ്മാനം ഞങ്ങള് അതെ ആവില്ല മക്കളെ. അപ്പൊ സമ്മാനം ഞങ്ങളിപ്പോ ഒന്ന് കടയിൽ പോവാണ്. കുഞ്ഞു കുഞ്ഞു സാമഗ്രികൾ വാങ്ങാനുണ്ട്. സോറി. അപ്പൊ അത് വാങ്ങാനായിട്ട് ഒന്ന് ഇവിടെ വരെ കടയിൽ പോവാണ്. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോ റോസിനുള്ള സമ്മാനം ഞങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പൊ സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് ഞങ്ങൾ 2 പേരാണ്. ഞാനും കീർത്തിയാണ് സ്പോൺസർ ചെയ്യുന്നത്. ഫുഡല്ല മോളെ, ഫുഡല്ല. നീ അതുകൊണ്ട് വിഷമിക്കട്ടോ. അപ്പൊ ഞങ്ങളൊന്ന് കടയിൽ പോയിട്ട് വരാട്ടോ. ഞങ്ങൾ പോവുക. അതേന്ന് ഏതെങ്കിലും എടുത്തോ. പോവാലോ മഴ. ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കടയിലൊക്കെ പോയിട്ട്. അപ്പൊ ഇവൾക്ക് റോസ് എന്തെങ്കിലും കാണിക്കൂ. റോസിനുള്ള പ്രൈസ് ഞങ്ങൾ കൊടുക്കാൻ പോണെയാണ്. കീർത്തി നീ പോയിരിക്കൂ. കണ്ണടയ്ക്കൂ. തിരിഞ്ഞിക്കണ്ട. കണ്ണടച്ചാ മതി. കണ്ണടയ്ക്കൂ. എനിക്ക് ഓക്കെ. ഇനി കീർത്തി എടുത്തിട്ട് വാ. കീർത്തി ഞാൻ കഷ്ടപ്പെട്ട് ജയിച്ചു. അപ്പൊ നല്ല കൊടുത്തോ. സമ്മാനം സ്വീകരിക്കുക. ഒന്നും സമ്മാനം കിട്ടിയ റോസിന് എന്താണ് പറയാനുള്ളത്? എന്താണ് ഈ അഭിപ്രായ കാര്യത്തിൽ പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? എന്താ പറയാ? എനിക്ക് നിക്കൂ. ഞങ്ങൾ കിച്ചുവായിരുന്നോ? ശരിക്കും ഞങ്ങൾ ഇത് കൊടുക്കാനല്ല ഗൈസ്. ഞങ്ങൾ നാളെ കൊടുക്കുന്നതാണ്. നാളത്തെ ചലഞ്ച് ഞങ്ങൾ കൊടുക്കുന്നതാണ്. നല്ല സൂപ്പർ സാധനം കൊടുക്കാം. ഇത് പ്രോത്സാഹന സമ്മാനം മാത്രമാണ്. ഫസ്റ്റ് സെക്കൻഡ് പൊക്കത്തിനനുസരിച്ച് നിർത്തിയിട്ടുണ്ട്. മറ്റേ മെഡൽ കിട്ടോ? അവിടെ നിന്റെ ഐഡി കാർഡ്. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം എത്ര മണി? 1:10 രാത്രി. ഞങ്ങൾക്കപ്പോൾ കേക്ക് കഴിക്കാനുള്ള കൊതിയുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തതാണ്. ഈ ലൈറ്റിലിട്ട് വന്ന് കയറിയിരിക്കണേ. നമുക്കിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിലോട്ട് കിടക്കും. വന്നിരുന്ന് ഇവിടെ വന്ന് ഉറങ്ങുകയാണ് ഗൈസ്. കൃത്യനിഷ്ഠയില്ലാത്ത കുട്ടിയാണ് ഗൈസ്.
ഞങ്ങളുടെ ചേച്ചി അപ്പം ഞങ്ങൾ എന്ത് അല്ല ഞാൻ പറയാം. അങ്ങനെ ഞങ്ങളുടെ ചേച്ചി കണ്ണും മൂക്കും ഇട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നു. കസ്കസ് ഗൈസ്. കണ്ണെന്ന് ഞാൻ പറയണേ. നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് ഇതും കുടിച്ച് പോകും തോന്നുന്നു. ഈ ബ്രൗണി ഉണ്ടാക്കിയില്ലെങ്കിൽ സൂര്യ. എല്ലാം അങ്ങോട്ട് എടുക്ക്. ഓക്കെ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ പിറ്റേ ദിവസത്തെയും കൂടി ആഡ് ചെയ്യാനിതിൽ. ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ സജിത്ത് ആൻഡ് സുജിത്ത് അവരുടെ സലൂണിലാണ് വന്നേക്കുന്നത്. നല്ല സർവീസാണ് അവരുടെ. ഞാൻ പോയ ടൈമിൽ അത്യാവശ്യം നല്ലോണം തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അവിടെ എല്ലാ ഹെയർ കട്ടിനും 1000 രൂപയാണ്. എൻ്റെ ഹെയർ കട്ടിന് 1000 രൂപയായിരുന്നു. ഹലോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഡേ ഇൻ മൈ ലൈഫ് പകുതി വെച്ച് നിർത്തിപ്പോയി. പകുതിയല്ല, രാത്രി വരെ എടുത്തായിരുന്നു, പക്ഷേ എൻ്റെ ചെയ്തില്ല. പിന്നെ അതേപോലെ കേക്ക് ഉണ്ടാക്കിയില്ലായിരുന്നു. ഞങ്ങൾ പാതി വഴിയിൽ വെച്ച് നാരങ്ങ വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞങ്ങളിന്ന് വിചാരിച്ചു ഇന്നും ഈ ടൈമായി, അപ്പോൾ എന്തായാലും കേക്ക് കഴിക്കാമെന്ന് ഓർത്ത്. ഇങ്ങനെയൊക്കെയല്ലേ കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ആരും പേടിക്കണ്ട, ഇവിടുത്തെ പട്ടിയാണ്. അപ്പം കേക്ക് ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പം ഞാനും സോനയുണ്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ടേ ഇത് എൻഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് പിറ്റേ ദിവസം കേട്ടോ. ഇന്നലെ ഞങ്ങൾ നാരങ്ങ വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു അര മൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ബട്ടർ മിൽക്ക് വേണം, അതുകൊണ്ടാണ് അത് ഒഴിച്ചു കൊടുക്കുക. ഒരു അതിൻ്റെ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ബട്ടർ മിൽക്ക് ആയിക്കോളും. ഇനി ഞാനിതിലേക്ക് ഈ ഒരു കപ്പിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ റിഫൈൻഡ് ഓയിലല്ലേ. ഈ പഞ്ചസാര പൊടിക്കാട്ടോ. ഞങ്ങൾ ഈ രാത്രി ആയതുകൊണ്ട് പൊടിക്കാത്ത. ഇനിയിപ്പോൾ ഒച്ചപ്പാട് ഇങ്ങനെ പൊടിക്കാൻ നേരത്തെ ഒച്ചയ്ക്ക് ആയിക്കഴിഞ്ഞാൽ അമ്മ എണീക്കും, വഴക്ക് പറയും. പിന്നെ ഞങ്ങളുടെ കേക്കിൻ്റെ ഇത് പിന്നെയും വെറുതെ ആയിപ്പോവും. അതാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അടുത്തത് ഇതേ കണ്ടോ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ബട്ടർ മിൽക്ക് ആയിട്ടുണ്ട്, കേട് രൂപത്തിലായിട്ടുണ്ട്. നമ്മൾ വിനാഗിരി ആയിട്ട് ഒഴിച്ച് വെച്ചില്ലേ, അത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. അയ്യോ, അതിന് മുന്നേ ഇതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഓ എന്താ സൂര്യത്, ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഒന്നിച്ച് മിക്സ് ചെയ്യാം. അതിൽ കുറേ നേരം. ഓ അയ്യോ, നേരത്തെ തിരക്കില്ല. പയ്യെ സ്ലോസ് പിടിച്ചേ, ഞാൻ ചെയ്യാം. ബീറ്റർ ചെയ്താലോ നമുക്ക്, അപ്പോൾ പൊടിഞ്ഞും കിട്ടും. അപ്പോൾ ഏതെങ്കിലും ആ മിക്സിയിലിട്ട് പൊടിച്ചാൽ പോലെയായിരുന്നു. എന്നാൽ ഒരു പാക്കറ്റ് പൊട്ടിക്കാൻ പോലും അറിയാത്ത ചേച്ചിയാണ് എനിക്ക് ബ്രൗണി ഉണ്ടാക്കി തരാൻ പോകുന്നത്. നമ്മളൊന്ന് കളയരുത്. ഈ സൈഡിലൊക്കെ ഉണ്ടാവും, ഇങ്ങനെ കാണിക്കണം. അപ്പോൾ അവിടെ പൊട്ടിക്കാൻ തക്കാളി എടുത്തോട്ടോ. നമുക്കില്ല, നമ്മൾ മൈദ ആ കപ്പിൽ തന്നെ മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കല്യാണത്തിൻ്റെ ടൂണായിപ്പോയിരുന്നു. ഇങ്ങനെ 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 ഹൈ 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 വേക്കാവട്ടെ. പോരും കമ്മി വീടൊക്കെ എന്തിനൊക്കെ വേണം. നമുക്ക് ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടേ? ഒരു പാക്കറ്റല്ലേ ഉള്ളൂ. ക്രീം ഉണ്ടാക്കാൻ വെച്ചേക്കാം. ക്രീം ഉണ്ടാക്കാൻ വെച്ചേക്കാം. കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. വേഗം സ്പീഡപ്പ്. എടുക്കുന്നതിന് മുന്നേ ഇവർ സൂര്യ എല്ലാം കൂടി ഇടുന്നുണ്ട്. ചീറ്റിംഗ് ആണ്. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇതൊക്കെ എന്താ ഉണ്ട നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തട്ടി ശരിയാക്കാം. ഓക്കെ എനിക്കിങ്ങനെ കാണാൻ ഇഷ്ടം. പിഞ്ചും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട്. വാനില എസൻസ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കിട്ടി ഗൈസ്. വാനില എസൻസ് കുറച്ചുകൂടി ഇട്ട് കൊടുത്താലോ? വേണ്ട, എങ്ങനെ കുത്തിയാലോ ചെയ്തിട്ടൊന്നുമല്ല. ഒന്ന് മിക്സ് ആവണ വരെ ആക്കിയാൽ മതി. ഇതാണ് നമ്മൾ മറ്റേ കേക്കിൻ്റെ പൊക്കത്ത് നിന്ന് ചോക്ലേറ്റ് പോലെ ഇരിക്കുന്നത്. അതോ ഇത് ബാറ്ററാണ്. കേക്കാണോ? നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ. എന്ത് ചെയ്യാം? നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ. അല്ലെങ്കിൽ പറഞ്ഞു വരുന്നു കേക്ക് മുട്ടി കിട്ടില്ല. ഓക്കെ, ഞാൻ കുറച്ച് ഇതിന്ന് ഇങ്ങനെ തോട്ടിക്കോട്ടെ. വഴിയിടുന്നു കേട്ടോ. ഇതാണ് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കിയാലുള്ള പ്രശ്നം. 1 more. നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിക്കാം. ഓക്കെ, നെറ്റ് ഓഫ് ചെയ്തിട്ട് സോണ് മതി. എനിക്ക് കയ്യിൽ നിന്ന് വിട്ടു പോകണം.
പിടിച്ചേ സോന. ആകെ കുളമായി. ഇതിൻ്റെ ഉള്ളിൽ ലീക്ക് വരുന്നു. ഞാനാണ് അടച്ചു വെച്ചത്. ഒന്നും കൂടെ ഒഴിച്ചിട്ട് ഇനി ഒന്നും കൂടെ ആവാം. എന്തുകൊണ്ട് രണ്ടാമത് ഈ പ്ലേറ്റിൽ ഇങ്ങനെ നെയ്യ് ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിന് ലീക്ക് വന്നു ഗൈസ്. അതിൽ വന്നില്ല, കുക്കറിൽ തന്നെ പോളൂ, ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് അത് റെഡിയാക്കി തരാൻ പറഞ്ഞ അമ്മ ഞങ്ങൾ ഓടിക്കും. അപ്പം ഞങ്ങളിതിൽ ഓയിൽ പുരട്ടി ശരിയാക്കാൻ പോവാം. ഓക്കെ, ഓയിൽ പുരട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനേ. പിന്നെ ചീത്ത പറഞ്ഞു ഗൈസ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാനായിരുന്നു ക്യാമറമാൻ. ഇതിലോട്ട് ഒഴിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല ഗൈസ്. ഞാൻ ക്യാമറ ഓൺ ആക്കിയില്ല. തെന്നിയൊക്കെ പോണി പണ്ടാരോ. സൂര്യനോട് ക്ഷമിക്കുമോ? ഇതൊന്ന് പിടിക്കോ അല്ലെ? കുക്ക് ചെയ്യാൻ കൊണ്ടുപോകണം. നമുക്കിത് കുക്ക് ചെയ്യാൻ കൊണ്ടുപോകാം. ബേക്ക് ചെയ്യാം കേട്ടോ. ബേക്കിങ്ങിന് ഞാനിവിടെ എന്തെടുത്ത് വെച്ചാണ് കുക്കറിലാണ് നമ്മൾ വെക്കണേ കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ അടിയിൽ. എന്നിട്ട് വെക്കുവാണ്. ഞങ്ങൾ ആദ്യമേ തന്നെ ചൂടാക്കിയില്ല. കുക്കർ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അമ്മേ ചൂടാക്കി ഉള്ളിൽ പോകാം. ഈ കഴിഞ്ഞാൽ ഇതിങ്ങനെ വെക്കാൻ പറ്റില്ല. മറ്റേ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഗ്ലാസ് പൊട്ടിത്തെറിഞ്ഞ് മരിച്ചു പോകും. ഭയം. ഇത് ഇനി ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. ഓക്കെ ബൈ. ബൈ ബൈ. 2:06 ഗൈസ്. ഞങ്ങൾക്കാണ് ഉറക്കവും വരുന്നത്. സമയമല്ലോ 2:06. ഞാൻ ഉറങ്ങാൻ പോവാ. അപ്പൊ ഇതായിട്ടുണ്ട്. എനിക്ക് വേണ്ട. ചൂടാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് വല്ല ഫാൻ്റെ അടി കൊണ്ട് വെക്കായിരുന്നു. ഫാൻ്റെ അടി കൊണ്ട് വെക്കാം. എന്നിട്ട് ഈ ടൈമിൽ നമുക്ക് ക്രീം ഉണ്ടാക്കാം. ക്രീം അതുണ്ടാക്കാം. നോട്ട് ബാഡ്. കുഴപ്പമില്ല. ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളെ ഫില്ലിങ് കേക്കിൽ ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രീം ഉണ്ടാക്കാനായിട്ട് വിപ്പിംഗ് ക്രീം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ട് പണിയാണ് ചെയ്യുന്നത്. നമുക്ക് കഴിക്കാനാണല്ലോ. അപ്പോൾ നമ്മൾ പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാണിക്ക് സോറി, പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫോക്കസ് ചെയ്യണ്ട. പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇടാട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇടാലോ. ഇതൊന്നും വരാത്തേ. ഓക്കെ, അങ്ങനെ ഇട്ടു. ബാക്കി ഞാൻ പിടിച്ച് വെച്ചിരുന്ന കൊക്കോ പൗഡർ ഇടാം. കൊക്കോ പൗഡർ അങ്ങനെ ഇടുകയാണ് ഗൈസ്. അങ്ങനെ ഇടുകയാണ്. എനിക്ക് ഉറക്കം വേണ്ട. ഇത് കുറേ ഉണ്ടല്ലോ, ഇത്ര വേണ്ട, കുറച്ച് മാറ്റി വെച്ചോ. പിന്നെ കോൺഫ്ലവർ ഇടാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഇടാം. 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടാം. അത്രയും മതിയാവും. കോൺഫ്ലവർ ഇടാം. 2-3 നമ്മൾ ഉണ്ടാകാം. 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇനി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരു മണത്തിന് മണം. സോറി ഒഴിച്ചു കൊടുക്കാൻ. ഞങ്ങളിവിടെ വെറുതെ ഇരുന്നിട്ട് ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് സ്റ്റാറ്റസ് ഇട്ട് കളിക്കായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. കുറച്ചൊന്നുമല്ല, കുറച്ചധികം സ്റ്റാറ്റസ് ഇട്ട് കളിക്കായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഞങ്ങൾ എൻ്റെ സോനയുടെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. ഇതറിഞ്ഞ അൺഫോളോ ചെയ്ത് പോകണ്ടിരുന്നു. അതെ, ഫോളോ ചെയ്തതിന് അൺഫോളോ ചെയ്യരുത് പ്ലീസ്. നമുക്കേ ഒരു 3 ടേബിൾ എനിക്ക് ഇഷ്ടം ഷുഗർ. പഞ്ചസാര ഇടാം. ഇട്ടോളൂ. മതി, ഇട്ടോളൂ. അത്ര മതി. അതിന്റെ കുഞ്ഞുങ്ങൾ കുറച്ച് കൂടി പോയോ? എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല ഇട്ടോളൂന്ന്. ഞാൻ ഒന്ന് നല്ലോണം നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉറക്കം വേണ്ട സൂര്യ. ഐ എം ഗോയിങ് സൂര്യ. പാപ്പു ഉറങ്ങാ. കൈകൾ എല്ലാവരും ഒരു ശ്രദ്ധയ്ക്ക്. മമ്മി എനിക്ക് വന്നിവിടെ എന്താ നടക്കണേന്ന് അറിയാൻ വേണ്ടി. ഹായ് മമ്മി. ഒയ്യോണ്ടി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിരിക്കണം. കിളികൾ പറന്നതോ. അപ്പൊ ഇവിടെ നമ്മളിത് ശരിയായിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി അതിയായ കുറുക്കോലായി പോകും. മതി. നമ്മളിത് ഓഫ് ചെയ്യുകയാണ് ഗൈസ്. അങ്ങനെ പുതിയ ഗസ്റ്റ് വന്നേക്കണേ. ഫുഡ് തരാം. ഓക്കെ, ഞങ്ങളുടെ തട്ടിക്കൂട്ടി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറ്റണില്ല ഗൈസ്. ഓരോന്നും ചെയ്തു വെച്ചാൽ കേട്ടോ. തട്ടിക്കൂട്ടാണ് ഗൈസ്, പറ്റണില്ല. ഉറക്കം വന്നിട്ട് രക്ഷയില്ല. ഇപ്പൊ ഒരു 2:45 ആയിട്ടുണ്ടാവട്ടെ സമയം. ഉറക്കം വേണുണ്ട്. ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊക്കെ കഴിക്കാനൊക്കെ മതി. പ്രൊഫഷണലൊന്നല്ലോ. അങ്ങനെ ഇത് പക്ഷെ ഞാനിപ്പോ കഴിക്കാനല്ല. ഞങ്ങൾക്ക് നല്ല ഉറക്കം വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാന്ന് ഓർത്തു. മോർണിംഗ് ഞങ്ങൾ കഴിക്കുന്നതാണ്. അതെ, അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഷട്ടർ ഇടുകയാണ്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്ര ഉള്ളൂ ഗൈസ്. ഇന്നലത്തെ കൊണ്ട് തീരണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ എൻഡ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിൽ ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പ്ലീസ്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചെയ്യുക.
അപ്പൊ അടുത്ത വീഡിയോ കാണാതെ ടാറ്റാ. ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ.